ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സലാറിൻ്റെ റിവ്യൂ ആണ്. യെസ്, ഞാൻ ഇപ്പോൾ പോയി കണ്ടിട്ടേ ഉള്ളൂ. സമയം ഇപ്പോൾ ഇവിടെ 1 മണിയായി. ബാംഗ്ലൂരാണ് പോയി കണ്ടത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഇത്രയും തിരക്ക് ഞാൻ എന്താ പറയുക, ഇങ്ങനെ തിയേറ്ററിൽ ഒരു ക്രൗഡ് ഫുള്ള് ഞാൻ കണ്ടു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ തിയേറ്റർ ഒരുവിധം എന്താ പറയുക, പഴയതായിരുന്നു. വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി. ഓവറോൾ നോക്കുമ്പോൾ എന്താ പറയുക, തിയേറ്റർ ഈസ് ഓക്കെ. വലിയൊരു സെറ്റപ്പ് ഒന്നുമല്ല, ഓക്കെയാണ്. പക്ഷേ ഒരു പടം തുടങ്ങി ഒരു അരമണിക്കൂറായപ്പോൾ അതൊക്കെ നമ്മൾ തിയേറ്ററിൻ്റെ കാര്യമൊക്കെ മറന്നു. കാര്യം ഫുൾ ആൾക്കാർ കൂവലും ഇതൊക്കെയാണെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഒരു അരമണിക്കൂർ ഇച്ചിരി കൂവലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാം കുറഞ്ഞു. അപ്പോൾ പടം തുടങ്ങി എന്താ പറയുക, ഒരു ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് ഓക്കെ ആയിരുന്നു. അല്ല, വലിയ അങ്ങ് താല്പര്യം ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ പടം മാസമാണ്, എല്ലാം ആണ്. പക്ഷേ എന്താ പറയുക, എനിക്ക് ഓവറായിട്ട് എന്താ പറയുക, ഈ മാസ് സീൻസ് കുത്തിത്തിരികെ വെച്ചു എന്നൊക്കെ പറയില്ലേ. എനിക്ക് ചില മാസ് സീൻസ് കണ്ടപ്പോൾ എനിക്ക് കോമഡിയാണ് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫിൽ കേട്ടോ. സെക്കൻഡ് ഹാഫിൽ അങ്ങനെ അത് നമുക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കുത്തിത്തിരികെ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള 2-3 സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ശ്രുതി ഹാസൻ, ഷീയുടെ എന്തിനായിരുന്നു ഇതൊരു പിടിയില്ല. മേ ബി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സീസ് ഫയൽ ഇപ്പോൾ കഴിഞ്ഞു. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ മേ ബി മോർ ദാൻ ദിസ് ഷീക്ക് ക്യാരക്ടർ കാണും. നമ്മളെ KGF 1ഉം KGF 2ഉം പോലെ. KGF 1 അതിൽ നായികയ്ക്ക് വലിയ ക്യാരക്ടറിലായിരുന്നല്ലോ. ഇപ്പോൾ 2-ലല്ലേ, അതേപോലെ ആയിരിക്കാം. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. ഫസ്റ്റ് ഹാഫ് ആ ഒരു ഇൻ്റർവെല്ലിൽ അടുക്കാറാകുമ്പോഴാണ് നമ്മുടെ പൃഥ്വിരാജ്, എന്നുവെച്ചാൽ ഇൻ്റർവെല്ലിൽ ആകുമ്പോഴാണ് നമ്മൾ പൃഥ്വിരാജിനെ കാണിക്കുന്നത്. ദാറ്റ് വാസ് എ മൈൻഡ് ബ്ലോയിങ് ആക്ച്വലി. ആ ഒരു ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു ഇൻട്രോ പോലെ പ്രഭാസിനെ കാണിക്കുന്നുണ്ട്, സെക്കൻഡ് ഇൻട്രോ പോലെ. അതും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് ആ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത രീതിയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫ്രണ്ട്ഷിപ്പും മറ്റു കാര്യങ്ങളും. സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സെക്കൻഡ് ഹാഫാണ് പടത്തിൻ്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഫസ്റ്റ് ഹാഫ് എന്തൊക്കെയോ കുത്തിരികി മാസ് കാണിക്കാൻ വേണ്ടി ചെയ്തു. പക്ഷേ എടുത്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. പുള്ളിയുടെ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം, ഈവൻ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എഡിറ്റിംഗ് പറയേണ്ട സാധനമാണ് കേട്ടോ. എഡിറ്റിങ്ങൊക്കെ എഡിറ്റിങ്ങാണ്. നമ്മളെ മലയാളത്തിലെ ഏതോ പയ്യനാണെന്നൊക്കെ ഞാൻ കണ്ടു. ഹാറ്റ്സ് ഓഫ് ദാറ്റ് ബോയ്, പൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആൾസോ ആ ഒരു ആ BGM അതിനോട് KGF പോലെ ഒരു നോട്ടബിൾ മ്യൂസിക് ഇല്ല ഇതിൽ, അത് ഞാൻ പറയാം. എന്നാലും ആ ഒരു സന്ദർഭത്തിനനുസരിച്ചുള്ള മ്യൂസിക് അങ്ങനെ പോകുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഈ KGF നമ്മൾ ഇപ്പോഴും ഓർക്കുന്ന ആ തൂഫാൻ ആണെങ്കിലും ആ ഫസ്റ്റ് പാർട്ടിൽ ആ ഒരു മ്യൂസിക് ആണെങ്കിൽ നമ്മൾ ഓർക്കും. പക്ഷേ ഇതിൽ സലാറിൽ വരുമ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുന്ന ഒരു മ്യൂസിക് ഇല്ല. പക്ഷേ ഓവറോൾ പടം നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഫോൺ ക്യാമറയാണ്, അപ്പോൾ അത് എൻ്റെ മോൻ നോക്കുമ്പോഴാണ് എൻ്റെ കണ്ണ് ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, എനിവേ സോറി. സോ പടം ഓവറോൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഈസ് ഓക്കെ, സെക്കൻഡ് ഹാഫ് ഈസ് അടിപൊളി. പിന്നെ ഞാൻ തമിഴാണ് കണ്ടത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കുഴപ്പങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് കുറേ മനസ്സിലാവാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ ടോട്ടലി മനസ്സിലാവാത്തതല്ല, ഒരുവിധം മനസ്സിലായി. പക്ഷേ ഈ ലെന്തി തമിഴ് ഡയലോഗ്സ് പറയുമ്പോൾ എനിക്ക് ഒരുവിധം വിട്ടു പോകുന്നുണ്ട്. അതെൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, സോ പടം ഈസ് എബോവ് ആവറേജ് ഫിലിം. ഭയങ്കര അടിപൊളിയൊന്നുമല്ല, KGF പോലെയൊന്നുമല്ല. എനിക്ക് KGF ആണ് ഇതിനേക്കാളും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞു എന്ന് എന്താ പറയുക,
ഇത് പടം കഴിയുമ്പോൾ ബാഹുബലി ഒക്കെ നിങ്ങൾ മറക്കുന്നു. എനിക്ക് രണ്ടും ഓർക്കുന്നില്ല. ബാഹുബലി ആണെങ്കിലും സലാറാണെങ്കിലും ഓർക്കുന്നില്ല. ചുമ്മാ കേട്ടോ, സലാർ ഓർക്കുന്നുണ്ട്. സലാർ ഓർക്കുന്നുണ്ടാണല്ലോ പറയുന്നത്. എനിവേ, സോ അതാണ് എൻ്റെ റിവ്യൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. പടം അടിപൊളിയാണ്, കാണും, എല്ലാവരും കാണും. ഓക്കെ, മസ്റ്റ് വാച്ച് ആണെന്ന് പറയും. ലൈക്ക് ഇഫ് യു ആർ വാച്ചിങ്, ആ തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം. കാര്യം അല്ലാതെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗൂസ് ബംസ് ഒന്നും വരത്തില്ല. ആ ഒരു തിയേറ്റർ ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ പക്ക ലോക്കൽ തിയേറ്ററിലൊക്കെ പോയി ഒരു അടിപൊളിയാണ്. പടം ഈസ് ഓക്കെ. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു പ്രശാന്ത് നീൽ, ടു ഹിസ് മേക്കിംഗ്, ക്യാമറ, മ്യൂസിക്. പ്രഭാസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട പൃഥ്വിരാജിൻ്റെ ആക്ടിങ് ആണ്. പ്രഭാസ് വലിയ ആക്ടിങ് വൈസ് ഇല്ല, പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അറിയത്തില്ല. റെബൽ സ്റ്റാർ അല്ലേ, സോ റെബലായിട്ട് നീക്കട്ടെ. അപ്പോൾ എന്തായാലും താങ്ക് യു. ബൈ ഗൈസ്, ബൈ.